ആദർശ് ഞാൻ ഈ അനന്തപുരിയിലെത്തിയത് അബയ്ക്കും ജലജയ്ക്കും അവന്തികയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. ആദർശമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യവും നോക്കിയത് അനിയാണ്. അതുകൊണ്ട് തന്നെ ജാനകിക്ക് ഒരു ദേഷ്യം തോന്നുകയാണ്. തൻ്റെ മകൻ്റെ അധികാരം പോകുമോ എന്ന ടെൻഷൻ ജാനകിയെ വല്ലാതെ തളർത്തി. അങ്ങനെ മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശി നാളെ മുതൽ MD സ്ഥാനത്ത് നീ തുടരണം. അത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശ, എനിക്ക് നന്നായി ബിസിനസ് നോക്കാനറിയാം. അവൻ തന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതുകൊണ്ട് അനി തന്നെ MD സ്ഥാനത്ത് തുടരട്ടെ എന്ന് ആദർശ് പറയുമ്പോൾ അത് കേട്ട് അനി പറയുന്നുണ്ട്, വേണ്ട ചേട്ടാ, അതെനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് ഏട്ടനാണ് ഇരിക്കേണ്ടത്. ഒട്ടും അർഹതയില്ലാത്തതുപോലെയാണ് ഞാൻ ആ കസേരയിൽ ഇരുന്നത് എന്ന് അനി പറയുമ്പോൾ, വെറും 2 മാസം കൊണ്ട് മൂർത്തിച്ചിലയിൽ മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എല്ലാം പുറമേ നിന്ന് ഏട്ടൻ്റെ പിന്തുണ കൊണ്ട് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഏട്ടനോട് ചോദിച്ചിട്ടല്ലേ ഞാൻ ചെയ്യാറുള്ളത്. തനിച്ച് എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് അനി പറയുന്നുണ്ട്. അതുകൊണ്ട് ഏട്ടൻ്റെ സഹായിയായിട്ട് ഞാൻ വരാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഏട്ടൻ തന്നെ നോക്കണം എന്ന് അനി പറയുകയാണ്. അനി പറഞ്ഞത് കേട്ട് ജാനകിക്ക് വലിയ ദേഷ്യം തോന്നുകയാണ്. അങ്ങനെ ജലജ അവന്തികയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, അനി MD ആണെന്ന് കരുതിയല്ലേ വിവാഹത്തിന് സമ്മതിച്ചത്. ഇപ്പോൾ അവൻ അതും വേണ്ടേ? ഒരു വേലയും കൂലിയുമില്ലാത്ത അവനെ കൊണ്ട് മോളെ എങ്ങനെ കെട്ടിക്കും എന്നൊക്കെ പറയുകയാണ് ജലജ. അങ്ങനെ റൂമിൽ പോയി അവന്തിക ചിന്തിക്കുന്നുണ്ട്, ഈ വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെച്ചാലോ? ആദർശേട്ടൻ വന്ന സ്ഥിതിക്ക് അനി സ്ഥാനമെല്ലാം ഒഴിയൂ. ഇനി അവനെ വിവാഹം കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് അവന്തിക. അങ്ങനെ മുത്തശ്ശി എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. തൻ്റെ അവന്തികയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്ന കാര്യം അനി നവീനോട് പറയുന്നുണ്ട്. അങ്ങനെ അനി നവീനോട് ചോദിക്കുന്നുണ്ട്, എടാ, നിന്നെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. നീ വിവാഹം മുടക്കുമോ? അവന്തികയുമായി വിവാഹം നടക്കുന്ന കാര്യം നീ അനാമികയെ അറിയിച്ചില്ലേ? അവൾ വിവാഹം മുടക്കാൻ വരില്ലേ? ഞാൻ അവളോട് അക്കാര്യം പറഞ്ഞതാണ്. എന്തായാലും അവൾ ആ ദിവസം പ്രശ്നമുണ്ടാക്കുമെന്നാണ് പറഞ്ഞത് എന്ന് നവീൻ പറയുന്നുണ്ട്. ആ സമയം നവീൻ പറയുന്നുണ്ട്, അനാമികയുമായി നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് അവന്തികയുമായി വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇതെന്തായാലും നടക്കില്ല എന്ന് പറയുകയാണ് നവീൻ. അതേസമയം നവീൻ്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. എടാ അനി, നീ അവന്തികയെ വിവാഹം കഴിച്ചോ? വിവാഹ നിശ്ചയ ദിവസം അനാമികയോ പോലീസുകാരോ ആരും വരാൻ പോകുന്നില്ല. നീ അവന്തിക വിവാഹം കഴിച്ചാൽ പിന്നെ നന്ദു എനിക്ക് സ്വന്തം എന്നൊക്കെ നവീൻ സന്തോഷത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. അതേസമയം നവ്യയ്ക്കാണെങ്കിൽ വലിയ സന്തോഷത്തിലാണ്. നയന വന്നതിൽ അതിയായ സന്തോഷം നവ്യയ്ക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ചന്തുമോൾ അങ്ങോട്ട് വരുന്നത്. ചന്തുമോളെ കണ്ടത് നവ്യ പറയുന്നുണ്ട്, മോളെ ഇങ്ങോട്ട് വാ. മോൾക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? മോൾക്ക് ഞാൻ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതാ മോളെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്തുമോൾക്ക് കൊടുക്കുകയാണ് നവ്യ. പെട്ടെന്നാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. നവ്യ വളരെ സ്നേഹത്തോടു കൂടിയാണ് ചന്തുമോളോട് സംസാരിക്കുന്നത്. അങ്ങനെ നവ്യയും ചന്തുമോളും തമ്മിൽ കൂടുതലായിട്ട് അടുക്കുകയാണ്. ഇന്ന് അവന്തികയ്ക്ക് ചന്തുമോളോട് എപ്പോഴും ദേഷ്യമാണ്. മനഃപൂർവ്വം ഉപദ്രവിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചന്തുമോൾ ഇക്കാര്യം മുത്തശ്ശനോട് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശനോട് അവന്തിക ഉപദ്രവിക്കുന്ന കാര്യം ചന്തുമോൾ പറഞ്ഞെങ്കിലും മുത്തശ്ശി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ആ സമയം മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾ എന്തായാലും അവന്തികയെ കാര്യമായി തന്നെ നിരീക്ഷിക്കണം. മോൾ പറഞ്ഞ സ്ഥിതിക്ക് അത് സത്യമാണെന്ന് അറിയണമല്ലോ. അങ്ങനെ മുത്തശ്ശന് ചന്തുമോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്തിക അങ്ങോട്ട് വരികയാണ്. സ്നേഹം അഭിനയിച്ചുകൊണ്ട് അവന്തിക പറയുന്നുണ്ട്, മോളെ ഞാൻ ഇത്ര നേരമായി തിരയുന്നു. മോൾ എവിടെയായിരുന്നു? മോൾക്ക് ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്തുമോളെയും കൂട്ടിക്കൊണ്ട് അവന്തിക അവിടെ നിന്ന് പോവുകയാണ്. ചന്തുമോൾ ആ സമയം പേടിച്ചുകൊണ്ട് മുത്തശ്ശനെയും മുത്തശ്ശിയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ചന്തുമോൾ പറഞ്ഞത് കേട്ട് മുത്തശ്ശിക്ക് വല്ലാത്ത വിഷമമാവുകയാണ്. ഇതെന്തായാലും കണ്ടുപിടിക്കണം. ഒരു കുട്ടി ഇങ്ങനെ കള്ളം പറയില്ല. അങ്ങനെ മുത്തശ്ശി ചന്തുമോളുടെയും അവന്തികയുടെയും പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ റൂമിലെത്തിയ ചന്തുമോളോട് അവന്തിക പറയുന്നുണ്ട്, എടി, ഞാൻ ഉപദ്രവിക്കുന്ന കാര്യം നീ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറഞ്ഞോ? അതിനു വേണ്ടിയാണ് നീ അങ്ങോട്ട് പോയത്. ഇനി എങ്ങാനും മുത്തശ്ശിനോടും മുത്തശ്ശിയോടും അക്കാര്യം പറഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്തുമോളെ ഉറക്കി അടിക്കുകയാണ് അവന്തിക. അങ്ങനെ ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശിനെ വിളിക്കുന്നുണ്ട്, ഇദ്ദേഹം ഒന്ന് ഇങ്ങോട്ട് വന്നേ. അങ്ങനെ മുത്തശ്ശിയുടെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ചന്തുമോളെ അടിക്കുന്ന അവന്തികയാണ് മുത്തശ്ശൻ കാണുന്നത്. അതേസമയം ചന്തുമോളാണെങ്കിൽ കരയുന്നുമുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ദേഷ്യം സഹിക്കാനാകാതെ അവന്തികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എടി അവന്തികയെ, നീ എന്താണ് ഈ ചെയ്യുന്നത്? ആരുമില്ലാത്ത ഈ കുട്ടിയെ നീ ഉപദ്രവിക്കുകയാണോ? ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അവന്തികയെ. നിന്നെക്കുറിച്ച് ഇനിയും അറിയാനുണ്ട്. എന്നിട്ട് മതി അനിയും നീയുമായുള്ള വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ചന്തുമോളെ കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് അവന്തിക.